സൂര്യാകുമാരിയുടെ എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാ പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ പൊങ്ങണങ്കാടുള്ള എലൈജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ തന്നെയാണ്. അവിടുത്തെ നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ പോകുന്നില്ല, കാരണം അവരിനി ഒരുപാട് കാര്യങ്ങൾ ഇനി അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ നമുക്ക് മാക്സിമം അവരിൽ നിന്ന് എടുത്തിട്ടേ നമ്മൾ പോകുള്ളൂ. വരും. ഒരു തലമുറയുടെ മലയാള പ്രേക്ഷകരെ കൂടുകൂടാ ചിരിപ്പിച്ച ഒരു ചിത്രമാണ് കിലുക്കം. പ്രിയദർശൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. അതിൽ ലാലേട്ടനും ജഗദീഷ് ശ്രീകുമാറും ഒന്നും പറയാനില്ല, അമേസിങ് പെർഫോമൻസ് ആയിരുന്നു. അപ്പം അവരുടെ ഒരു സീക്വൻസാണ്, അതായത് നമ്മുടെ രേവതി ചെയ്യുന്ന തമ്പുരാട്ടി ക്യാരക്ടർ നന്ദിനി തമ്പുരാട്ടി. അപ്പോൾ ആ നന്ദിനി തമ്പുരാട്ടി വന്നതിന് ശേഷമുള്ള ലാലേട്ടൻ്റെ കുറച്ച് പ്രഹസനങ്ങളുണ്ട് ജഗതിയോട്. ആ ഒരു സീക്വൻസാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരാൾ വന്നുണ്ടെങ്കിൽ ഇത് മൈക്ക് തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എന്താണ് പേര് ഇദ്ദേഹത്തിൻ്റെ? ലിഖിത. ലിഖിത എവിടെയാണ് നാട്? തൃശ്ശൂർ തന്നെ. ഓക്കെ. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഏത് ഇയർ? സെക്കൻഡ് ഇയർ. ഓക്കെ, തുടങ്ങിയാലോ നമുക്ക്? ഉറപ്പല്ലേ? പാട്ട് വേണ്ട. അപ്പോൾ റെഡി, ആക്ഷൻ. ഹോട്ടൽ അയ്യോ ഹോട്ടൽ ടവറിൽ ഹോട്ടൽ ടവർ ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ സൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ പാലസ്. ആഞ്ജനേയ സ്വാമി ശരണമയ്യപ്പ. ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ പാലസിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം നന്ദിനി ഫാമിലി ഉണ്ടായില്ലോ, നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി. ഞങ്ങൾ വീണ്ടും കാണും. അപ്പൊ കാണുമ്പോൾ എന്നെ നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല, നീ അത്രയും പരമ ചെറ്റാണ്. ഈ ഡയലോഗ് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. ഇത്രയും പഞ്ചോട് ഒരാളും പറഞ്ഞിട്ടില്ല ഈ ഡയലോഗ്. നിന്നെ അടുപ്പിക്കാൻ പോലും അവസരം മുതലാക്കുന്നു കേട്ടോ. മുതലെടുക്കണേ സജി, കൊതിയുണ്ടാടാ. എന്നാലും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാൻ നിനക്കൊരു ഫേവർ ചെയ്യാം. എന്താണ്? ഞങ്ങൾ അടുത്ത ആഴ്ച സിംഗപ്പൂരിൽ പോയി ലാവിഷായി ജീവിച്ച് അപ്പോൾ ഞങ്ങൾ സിംഗപ്പൂർ ഡോളർ നിനക്ക് അയക്കാം. സിംഗപ്പൂർ എങ്ങനെ അയക്കും? മണി ഓർഡർ സിംഗപ്പൂർ ഡോളർ അയക്കാം. നീ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയും കടിച്ചു പിടിച്ച് കുറച്ച് നടക്കുമ്പോൾ ഞാൻ നിനക്ക് മണി ഓർഡർ അയച്ചു തരാം. നീ രാജയോഗത്തിന്റെ പേരിൽ ഞാൻ നിനക്ക് വീണ്ടും മണി ഓർഡറിലേക്ക് വരുവാണ്. ട്രീറ്റായി നക്കിക്കോ. എന്നിട്ട് പേടിപ്പിക്കാനല്ല പറഞ്ഞത്, ചിരിക്കാനാണ് പറഞ്ഞത്. ചിരിക്കും. നീ വിജയിക്കും, എവിടെ ചെന്നാലും വിജയിക്കും. വരൂ. എനിക്ക് വേണ്ടെന്നൊക്കെ ഞാൻ ഫുഡ് കൊടുക്കാൻ വിളിക്കുന്ന നടക്കാണ്. വേണ്ട മോളെ, ചായം ബജ്ജി ഒന്നും ഇപ്പൊ വേണ്ട. എന്താ പേര്? നിഖില. നിഖില. എവിടെയാണ് നാട്? ചിറ്റിശ്ശേരി. നിഖില ലെൻസിട്ടിരിക്കുന്ന കണ്ണ്? അല്ല. ഓക്കെ. ഏതിനാണ് പഠിക്കുന്ന? ഏത് ഇയറായി? തേർഡ് സെം, സെക്കൻഡ് ഇയർ. ഓക്കെ. പാട്ട് പാടുമല്ലോ അല്ലേ? ഇല്ല. ഒള്ളി ആക്ടിങ് ആണ്? ഇല്ല, പാടില്ല. പാടൂ പ്ലീസ്. പാടല്ലേ പ്ലീസ്. പാടല്ലേ. പാടി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി കുഞ്ഞിൻ ജന്മമേ. ദൂരതീരങ്ങളും അതാണ് പാടേണ്ടത്. എന്നാ ഓക്കെ, നല്ലൊരു കൈ കൊടുക്കുക. റെഡി, ആക്ഷൻ. ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ സ്യൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം.
പക്ഷെ ആ കാണുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി എനിക്ക് 2 ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഇല്ല നിന്നെ നന്നായി പരിചയപ്പെടുത്തി തരേയില്ല. എന്ത് പറ്റി? ബിക്കോസ് യു ആർ പര എച്ചി. നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള യോഗ്യതയില്ല. ഇല്ല. അതെ ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. നീ വെറും ചീപ്പാണ്. ഇത്രയും നാളത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ പരിചയത്തിൽ നിനക്കൊരു ഫേവർ ചെയ്തുതരാം. എന്താണ്? ഞങ്ങൾ അടുത്ത ആഴ്ച സിംഗപ്പൂർക്ക് പോവാ. അപ്പോ അവിടെ ഞങ്ങൾ ലാവിഷായിട്ട് ജീവിക്കുമ്പോ നിനക്ക് നീ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയും തൂക്കി കടിച്ചു പിടിച്ച് കുറച്ച് നടക്കുമ്പോ നിനക്ക് മണി ഓർഡർ അയച്ചു തരാം. സിംഗപ്പൂർ ഡോളേഴ്സ് മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. രണ്ടാമത് ആലോചിക്കാനുള്ള സമയം നമ്മൾ പറഞ്ഞു കൊടുത്തിരും. ഇത് 2000 ഉണ്ടാവും. സിമ്പതിയുടെ പേരിൽ മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇതിപ്പോ എന്റെ രാജയോഗത്തിന്റെ പേരിൽ എടുത്ത് നക്കിക്കോ. ചെമ്പ് നല്ല പാളിഷ് ചെയ്ത് അങ്ങ് എത്തിക്കാം. നീ ഇപ്പൊ പോ മോനെ ദിനേശ. അശ്വിന് ഏതിനാ പഠിക്കുന്നത്? അശ്വിൻ ഞാൻ MBA ഏത് ഇയറായി? സെക്കൻഡ് ഇയർ. ഓക്കെ. നാട് കറക്റ്റ് എവിടെയാണ്? നാട് ഇവിടെ തൃശ്ശൂർ മനക്കുടി. മലപ്പുറം. അപ്പോൾ അശ്വിൻ നല്ല ഒരു സിംഗറാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ പാട്ട് പാടില്ല. അശ്വിൻ പാട്ടുകാരനാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ല അത് ഒരു വെറുതെ പറയണത്. അവര് പറഞ്ഞല്ല എനിക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു പാട്ടുകാരൻ. അയ്യോ ഞാൻ പാട്ട് പാടില്ല. മലയ്ക്ക് പോവാൻ മാലിട്ടേ പാട്ട് പാടാൻ പാടില്ലേ മലയ്ക്ക് വന്നിട്ട്? എനിക്ക് പാട്ട് വരുന്നില്ലേ? അതിന് നല്ല പാട്ട് പാടിയാ മതി. പമ്പ ഗണപതി പാരിന്റെ അധിപതി ഒമ്പാർന്നുണരണ മുൻപിൽ എന്റെ തുമ്പിക്കൈ തീർത്തേണം നെഞ്ചിൽ വിഘ്നങ്ങൾ അലിവോടെ തീർക്കണം നെഞ്ചിൽ. ഒരു വീക്കണില്ലേ അത്ര നീട്ടണമെന്നല്ല താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ. ആരെ സോമായിരുന്നത്? ഗണപതിയുടെ ഈ അയ്യപ്പന്റെ ഈ മനോഹരമായ പാട്ടിനകത്ത് രാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മാപ്പിളപ്പാട്ടും ക്രിസ്തീയ ഗാനവും കൂടെ ചേർത്തൊരു കൊള്ളായിരുന്നു. ഇത് എങ്ങനെ സാധിച്ചു? അറിഞ്ഞില്ല. ഉണ്ണി ഇത്ര നന്നായിട്ട് പാടുന്ന അറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല. കഴിവാണ്, കൊള്ളാത്തത്. അപ്പൊ അടുത്ത അഭിനയത്തിന്റെ കഴിവ് കൂടെ നമുക്ക് നോക്കാം. റെഡി, ആക്ഷൻ. ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ പാലസിൽ ഒരു സൈഡ് നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ നമ്മൾ വീണ്ടും കാണുമ്പോഴേ എന്നെ പരിചയപ്പെടുന്നു. നന്നായിട്ട് പരിചയപ്പെടുത്തണം. ഫോട്ടോ എടുക്കാനാണ്. നിന്നെ ഞാൻ നന്നായിട്ട് പരിചയപ്പെടുത്തുകയില്ല. ബിക്കോസ് യു ആർ എ പര എച്ചി. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് നിനക്കില്ല. ബിക്കോസ് യു ആർ വെരി ചീപ്പ്. നാളെ ഞങ്ങൾ മിക്കവാറും സിംഗപ്പൂരിലേക്ക് പോകുന്നു. ഒരു തമാശ. അല്ലെ സിംഗപ്പൂരിലേക്ക് പോവും. സിംഗപ്പൂരിൽ ഞങ്ങൾ ലാവിഷായി ജീവിക്കുമ്പോൾ ഇവിടെ ക്യാമറയും കടിച്ചു തൂക്കി പിടിച്ച് നടക്കുന്ന നിനക്ക് സിമ്പതിയുടെ പേരിൽ കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ്. എന്ത് സിംഗപ്പൂർ ഡോളേഴ്സ്? എങ്ങനെ അയച്ചു തരും? മണി ഓർഡർ അയച്ചു. അത് വെച്ച് നീ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റായി നീ വെച്ച് നക്ക്. നീ പോമോനെ ദിനേശ. അടിപൊളി. കേട്ടോ ഇവനാണ്. പേരെന്താണ്? ഏഞ്ചൽ. എവിടെ നാട്? ഏഞ്ചൽ എന്നല്ലേ പേര്? ഏഞ്ചൽ. ഓക്കെ. പാട്ട് പാടും ഏഞ്ചൽ. ആദ്യമായിട്ടാണ് ഒരു പാട്ട് പാടുന്ന ആൾ വന്നിട്ട് ഞാൻ പാടുമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് പഠിക്കും. ചിന്ന ചിന്ന ആസൈ ചിറകടിക്കും ആസൈ മുത്ത മുത്ത ആസൈ മുടന്ത വந்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்ன இந்த பூமி சுற்றிவிட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை. അടിപൊളി, സൂപ്പർ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. റെഡി? അതാണ് ക്യാമറ, അതാണ് ജനങ്ങൾ. അവിടെ നോക്കി വേണം നമ്മൾ ആക്ട് ചെയ്യാൻ. റെഡി? ഞാൻ എന്തിനാ ഇവിടെ വന്നേന്ന് സ്വന്തമായിട്ട്. എനിക്കിത് വരണം. എന്റെയും ചൊവ്വാദോഷം കൊണ്ടാണല്ലോ ഞാൻ ഇതുപോലെ ഓരോന്ന് കേൾക്കണത്. ആക്ഷൻ. ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ സ്യൂട്ടിൽ ആരാ? നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ പാലസ് ഫാമിലി. നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ വീണ്ടും കാണും. നാളെ നിങ്ങൾ കാണുമ്പോൾ എന്നെ നന്നായിട്ട് പരിചയപ്പെടുത്തണം. ബിക്കോസ് എനിക്ക് ഫോട്ടോ എടുക്കണം. നന്നായിട്ടൊന്നല്ല, பார்வையிலே ஒல்லி ஆனா நீ ஒரு கள்ளி நானோ ஒரு புள்ளி எங்கிட்ட மோதனே നീ പോക വേണ്ടിയത് പള്ളി. നന്നായിട്ടൊന്നുമില്ല, നിന്നെ പരിചയപ്പെടുത്തേയില്ല. ബിക്കോസ് യു ആർ പര എച്ചി. മറന്നുപോയി. പര എച്ചി. അത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. കൂടെ മൂത്ത് നോക്കി അങ്ങനെ പറയണ്ട.
നിനക്ക് നീ മതിയായിട്ടില്ലല്ലേ? നിനക്ക് നന്ദിനി തമ്പുരാട്ടിനെ പരിചയപ്പെടുത്താനുള്ള സ്റ്റാറ്റസേ ഇല്ല, ബിക്കോസ് യു ആർ ചീപ്പ്. എങ്കിലും ഇത്രയും നാളത്തെ ഫ്രണ്ട്ഷിപ്പിന് പകരം പേരിൽ വേണമെങ്കിൽ ഇത്ര നന്ദിനി നന്ദിനി തമ്പുരാട്ടിയുടെ കാണാനുള്ള സിമ്പതി എനിക്കില്ല, അല്ല സ്റ്റാറ്റസ് എനിക്കില്ല. പക്ഷെ എങ്കിലും ഇത്ര നാളത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാൻ നിനക്കൊരു ഫേവർ തരാം. ഫേവർ ചെയ്യാം. അടുത്ത ആഴ്ച ഞങ്ങള് സിംഗപ്പൂര് പോവും മിക്കവാറും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ലാവിഷായിട്ട് ജീവിക്കുമ്പോ നീ ഇങ്ങനെ ക്യാമറ തൂക്കി എവിടെ കഴുത്തില് അല്ല നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. ടൂറിസ്റ്റുകളുടെ ഇടയില് ക്യാമറ തൂക്കി കുറച്ച് നടക്കുമ്പോ കടിച്ചു പിടിച്ച് കുറച്ച് നടക്കുമ്പോ നിനക്ക് സിംഗപ്പൂർ ഡോളർ തരാം. മണി ഓർഡർ ആയിട്ട് അയച്ചു തരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രാജയോഗത്തിന്റെ അല്ല ഇത് രാജയോഗത്തിന്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റ് ആണ്. വേണമെങ്കിൽ നക്കി തിന്നോ. എന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് അവസാനത്തായിട്ട് ഈ രക്ഷപ്പെടും. എന്താ പേര്? സഞ്ജന. നല്ല പേരാണല്ലോ. എവിടെയാണ് നാട്? തൃശ്ശൂർ തന്നെ. MBA ഏത് ഇയറാണ്? ഫസ്റ്റ് ഇയർ. അപ്പൊ സഞ്ജന മനോഹരമായി പാടുന്ന കുട്ടിയാണ്. ഒരു രണ്ടുപേര് പാടുക. മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ, കനവറിയാതേതു കിനാവു പോലെ, മനമറിയാതെ പാടിയൻ മനസരസോരം, പ്രണയനിരാക്കിളി നീ ഷഹാന പാടി. നല്ല മനോഹരമായ പാട്ടായിരുന്നു. നമുക്ക് തുടങ്ങിയാലോ? ഗംഭീരമായിട്ട് ആക്ട് ചെയ്യണം കേട്ടോ. റെഡി, ആക്ഷൻ. ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ സ്യൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ ഞങ്ങൾ വീണ്ടും കാണുമ്പോൾ എന്നെ നന്നായി പരിചയപ്പെടുത്തണം. നിന്നെ നന്നായിട്ടൊന്നല്ല, നിന്നെ പരിചയപ്പെടുത്തേയില്ല. ബിക്കോസ് യു ആർ വെരി വെരി എച്ചിയാണ്. നിനക്ക് അതിനുള്ള സ്റ്റാറ്റസ് ഇല്ല, ബിക്കോസ് നീ ഒരു ചീപ്പാണ്. അടുത്ത ആഴ്ച ഞങ്ങള് സിംഗപ്പൂരിലേക്ക് അടുത്ത ആഴ്ച ഞങ്ങള് സിംഗപ്പൂരിലേക്ക് പോകുന്നുണ്ട്. പോയിട്ട് ഞങ്ങൾ അവിടെ ലാവിഷായിട്ട് ജീവിക്കുമ്പോ അപ്പൊ ഇതൊക്കെ ഉള്ളിലുണ്ടല്ലേ. നിനക്ക് കുറച്ച് മണി ഓർഡർ ആയിട്ട് സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ചു തരാം. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് അയച്ചു തരുന്നതാണ് കൊണ്ട് ഈ ആ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട്. പിന്നെന്താ സുഖമെന്നൊക്കെ എന്തൊക്കെയുണ്ട്? സുഖം. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. ഓക്കെ, മതി. കുട്ടി മാസാണല്ലോ മായിച്ചേട്ടാ. എല്ലാവരും ബേസിനെ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. ആക്ച്വലി എനിക്ക് ഇത് കഴിവില്ല. അതെല്ലാ കഴിവുള്ളവരും അങ്ങനെയാണ് പറയുന്നത്. ദൈവമേ, അടുത്ത് കാണുമ്പോൾ ബോധം കെട്ട് വീഴാതിരുന്നാ മതിയായിരുന്നു. അപ്പോൾ എവിടെ? നാടെവിടെയാണ്? തണിക്കുടം. ഓക്കെ. MBA ഏതാണ്? ഇവിടെ MBA സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ? ഒരു പാട്ടിൽ നമ്മൾ തുടങ്ങുകയാണ്. റെഡി, ആക്ഷൻ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കശിനുക്കെല്ലാം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല വേലയുതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല വേലയുതാ. ഇവിടെ ശരിക്കും ഇവിടെ ഈ സ്ട്രൈക്കോ അതൊക്കെ വരുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന നമ്മളാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. റോയൽ ടവറിൽ റോയൽ സ്യൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. എന്നാ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. അല്ല, നമുക്ക് പിന്നെ കാണാം. നമ്മൾ നാളെ കാണും. അപ്പൊ നിങ്ങൾ നാളെ കാണുമ്പോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. ബിക്കോസ് എനിക്ക് 2 ഫോട്ടോഗ്രാഫ്സ് എടുക്കാനാണ്. മനസ്സിലാവുന്ന ഭാഷയിൽ പറയും.
നന്നായിട്ട് പരിചയപ്പെടുത്തിയല്ല നിനക്ക് നന്ദിനി തമ്പുരാട്ടിനെ പരിചയപ്പെടാനുള്ള യോഗ്യതയില്ല ബിക്കോസ് യു ആർ ചീപ്പ്. ഞാനാ എങ്കിലും നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫേവറിൽ ഞങ്ങൾ നാളെ അടുത്ത ആഴ്ച സിംഗപ്പൂരിൽ പോവുകയാണ്. ഞങ്ങൾ അവിടെ ലാവിഷായിട്ട് ജീവിക്കുന്നതിന്റെ ഇടയിൽ നീ ഇവിടെ ടൂറിസ്റ്റിന്റെ ഇടയിൽ ക്യാമറയും തൂക്കി കടിച്ച് പാടിച്ചല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി കാടിച്ച് പറിച്ച് നീ അത് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി. പിടിച്ച് കാടിച്ച് കുറച്ച് കുഴച്ച് കടിച്ച് നടക്കുമ്പോൾ നിനക്ക് ഞാനൊരു സിംഗപ്പൂർ ഡോളേഴ്സ് മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. അങ്ങനെ മണിയോട് സിംഗപ്പൂർ ഇത് നിന്റെ രാജയോഗത്തിന്റെ രാജയോഗോ ട്രീറ്റ് ആണ്. ഇതാ പിടിച്ച് ഇതൊക്കെ ചിരി അടിപൊളി നൈസായിട്ടുണ്ട്. ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. എന്തെങ്കിലും എടുത്തു നോക്കൂ. മുന്നേ പേരെന്തുണ്ട്? ഞാൻ അങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. അഭിദേവ്. അഭിദേവ് എവിടെയാണ് വീട്? എവിടെ? ഇവിടെ MBA ഏത്? സെക്കൻഡ് ഇയർ. ഓക്കെ, തുടങ്ങിയാലോ? പാട്ട് പാടുമോ അഭിദേവ്? നേരെ ഡയലോഗ് അഭിനയം ഉള്ളി. റെഡി, ആക്ഷൻ. ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ സ്യൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ നമ്മൾ വീണ്ടും കാണും. നിങ്ങൾ കാണുമ്പോൾ എന്നെ മസ്റ്റായിട്ട് എന്നെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തണം. എന്തുകൊണ്ടാ ഈ 2-3 ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നുണ്ട്. നന്നായിട്ടെന്നല്ല, നിന്നെ പരിചയപ്പെടുത്തേ ഇല്ല. കാരണം നീ ഒരു പരപരിചയാണ്. നന്ദിനി തമ്പുരാട്ടിനെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് നിനക്കില്ല. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. നന്ദിനി തമ്പുരാട്ടിനെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് നിനക്കില്ല. ബിക്കോസ് യു ആർ ചീപ്പ്. എന്നാലും ഇത്രക്കാലത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പുറത്ത് വെച്ച് ഞാനൊരു ഫേവർ ചെയ്യാം. പുറത്ത് വെച്ചോ? ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത് വെച്ച് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും അടുത്ത ആഴ്ച ഞങ്ങൾ സിംഗപ്പൂരിലേക്ക് പോകും. അവിടുത്തെ ഞങ്ങളുടെ ലാവിഷ് ജീവിതത്തിന്റെ ഇടയിൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയും കടിച്ചു പിടിച്ച് കുറച്ച് നടക്കുന്ന നിനക്ക് സിമ്പതിയുടെ പേരിൽ ഞാൻ കുറച്ച് മണി ഓർഡർ സെൻഡ് ചെയ്യാം. അതും കുറച്ച് ഡോളേഴ്സ് സെൻഡ് ചെയ്യാം. ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് മണി ഓർഡർ സെൻഡ് ചെയ്യാം. തൽക്കാലം എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റായി നീ ഇതെടുത്ത് നക്ക്. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സാർ. എന്താണ് മോളുടെ പേര്? ജിയ. ജിയ. ജിയ MBA ഏത് സെമ്മാണ്? MBA ഫസ്റ്റ് സെം. ഓക്കെ, എവിടെ നാട്? കുന്നംകുളം, തൃശ്ശൂർ. തൃശ്ശൂർ. ഓക്കെ. അപ്പോൾ ജിയ മനോഹരമായിട്ട് പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും തോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലുദിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. വാ, ഫാന്റാസ്റ്റിക്. രസകരമായിട്ട് പാടി. ഇനി അദ്ദേഹത്തിന്റെ ആക്ടിങ് കൂടെ നമുക്ക് നോക്കാം. റെഡി, ആക്ഷൻ. ഹോട്ടൽ അറിയില്ല, നാക്ക് മുടിക്കില്ല, അങ്ങോട്ട് മാറിയുന്നേ. ഹോട്ടൽ റോയൽ ടവറിൽ റോട്ടൽ സ്യൂട്ടിൽ നന്ദിനി ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ സ്യൂട്ടിൽ നന്ദിനി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കാണില്ലേ? നിങ്ങൾ കാണുന്ന സമയത്ത് എന്നെ നന്നായിട്ട് പരിചയപ്പെടുത്തണം. എന്തുകൊണ്ടാണ് എനിക്ക് ഫോട്ടോ എടുക്കണം? നന്നായിട്ടൊന്നുമില്ല, നിങ്ങൾ പരിചയപ്പെടുത്തുകയില്ല. കാരണം നിങ്ങൾ പര എച്ചിയാണ്. എങ്ങോട്ട് പോന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് ഓട്ടോറിക്ഷ സ്ഥലം വരെ പോകാനുണ്ട്. എങ്ങോട്ടെങ്കിലും പോടൂ. നിന്റെ സുഹൃത്തെന്ന പേരിൽ ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. നന്ദിനി ഞാൻ പരിചയപ്പെടുത്തൂ. നിന്റെ സുഹൃത്തെന്ന പേരിൽ ഞാൻ നിന്നെ പരിചയപ്പെടുത്തു. പരിചയപ്പെടുത്തില്ല. എന്റെ സ്റ്റാറ്റസിനെ നിങ്ങൾ യോഗ്യരല്ല. നിങ്ങൾ വളരെയധികം ചീപ്പാണ്.
നന്ദിനിയെ പരിചയപ്പെട്ടാനുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്കില്ല, നിങ്ങൾ വളരെ ചീപ്പാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ സിംഗപ്പൂര് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഡോളർ എങ്ങനെ മണി ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഇത് എന്റെ രാജയോഗത്തിന്റെ ഭാഗം ട്രീറ്റ് ആയിട്ട് എടുത്തു വെച്ച് നക്ക്. നമ്മളെ ഇവിടെ പൊളിറ്റിക്സിന്റെ ഭാഗം ഇവിടെ എന്താണ് ഇലക്ഷൻ ഒക്കെ വരുന്നത് എന്നാണ്? ഞാൻ വരുന്നില്ല. ഇലക്ഷൻ ഇല്ല ഇവിടെ? ഇല്ല, ഉണ്ടാവാറില്ല അല്ലേ? ഇതൊക്കെ അനൗൺസ് ഒക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. നന്നായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കിഷ്ടായി, അവർക്ക് ഇഷ്ടാവോ എന്തോ. വളരെ മനോഹരമായ കുട്ടികളും മനോഹരമായ കോളേജും ഹോസ്പിറ്റാലിറ്റിയും ഒക്കെയുള്ള വളരെ നല്ലൊരു ക്യാമ്പസാണ്. അപ്പോൾ ആ ക്യാമ്പസിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. പ്ലീസ് സാർ കം. വെൽക്കം. 2 വാക്ക് നമ്മുടെ കോളേജിനെ കുറിച്ചും കുട്ടികളെ കുറിച്ചും. കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു സ്വാശ്രയ MBA കോളേജാണ് എലിംസ് അല്ലെങ്കിൽ എലൈജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും 6 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള തൃശ്ശൂർ സിറ്റിയുടെ ലിമിറ്റിൽ തന്നെയുള്ള ഒരു MBA കോളേജാണ്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് ആണ്. നമുക്കിവിടെ 140 പേരാണ് ഇപ്പം ഈ കോളേജിലുള്ളത്. 2 ബാച്ചാണുള്ളത്, 5 സ്പെഷ്യലൈസേഷൻസ്. റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിലും പ്ലേസ്മെൻറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോൾ റിസൾട്ട് 95% ആണ്. സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് നമുക്ക് ആവറേജ് വന്നിരിക്കുന്നത്. പ്ലേസ്മെൻറ്റ്സ് ലാസ്റ്റ് സെമിസ്റ്ററിൽ 100% പ്ലേസ്മെൻ്റ് ആണ്. ഇത്തരത്തിൽ ഒരു MBA കോളേജ് എന്നുള്ള രീതിയിൽ വൺ ഓഫ് ദി ബെസ്റ്റ്. ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിലും വി ഹാവ് എവറിത്തിങ് ആസ് പെർ IICT സ്റ്റാൻഡേർഡ്സ്. കോളേജ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. സോ ഒത്തിരി സന്തോഷം. നമ്മുടെ കുട്ടികളും തീർച്ചയായിട്ടും സന്തോഷിച്ച് തന്നെ പോകുന്നു. ഫോക്കസ് ഈസ് ഗിവൺ ടു ദാറ്റ് പെർട്ടിക്കുലർ എലമെൻറ്റ്. ഹാപ്പിനെസ് ഈസ് ദ കീ ഫോർ LM സക്സസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 16-ാം തീയതി, ഈ വരുന്ന ഡിസംബർ 16-ാം തീയതി കേരളത്തിലെ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് മീറ്റ്. കഴിഞ്ഞ തവണ ഏകദേശം 1000-നടുത്ത് കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇത്തവണ ഏകദേശം ഒരു 1200 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് മീറ്റ് നമ്മുടെ ക്യാമ്പസിൽ നടക്കുകയാണ്. ഡിസംബർ 16-ന് 10 ഇവൻറ്റുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് എലഗൻസ എന്നുള്ള പേരിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു. നമ്മൾ ചെറിയ കുറച്ച് പ്രൈസുകൾ കൊടുക്കുകയാണ്. അത് എല്ലാവരും മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അത് ഞാൻ വിളിക്കുന്നു സ്വാതി വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. പിന്നെ അതുകൂടാതെ തന്നെ ഭയങ്കര ഡാൻസൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ചെയ്യുന്നത്. അതാണ് ഒരാളെപ്പോഴും ഫുൾ എനർജി ആയിട്ട് എന്താണ് നമ്മൾ മാറി നിൽക്കരുത്. ഏതൊരു വേദിയിൽ വന്നാലും അവിടെ നമ്മളൊരു ഓറ കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് കൊടുക്കുന്നത്. അപ്പം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലറായ ഒരു ബാത്റൂം ഫിറ്റിങ്സിൻ്റെ ഒരു LGO ഇവിടെ കമ്പനിയുടെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് തരുന്നത്. പിന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം. ഇനി വിളിക്കാൻ പോകുന്നു മിസ്റ്റർ ബേസിൽ. വളരെ വെറൈറ്റി ആയിട്ടാണ് ഇദ്ദേഹം ഓരോ ഡയലോഗ്സും പറഞ്ഞത്. ഈ സ്ലാങ് ഒക്കെ മാറ്റി മലയാളത്തെ ഇംഗ്ലീഷ് പോലെ കഴിച്ച് പറഞ്ഞാണ് അല്ലേ? എവിടെയായിരുന്നു സ്ഥലം? അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. വളരെ മനോഹരമായിരുന്നു കേട്ടോ പെർഫോമൻസ്. അതാണ് അത് വെറൈറ്റി ആയിട്ട് ചെയ്തത്, നല്ല രസകരമായിരുന്നു. പിന്നെ കേരള നേച്ചർ ബനാന പ്രീമിയം ബനാനസ് എന്ന ബീനാന കമ്പനിയുടെ ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഇനി വിളിക്കാം അശ്വിൻ. ഓക്കെ, നല്ല മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. സൂര്യകുമാരിയുടെ വക മറ്റൊരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഏതൊരു വേദിയിലും എവിടെയായാലും ആദ്യം വരിക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. ഒരു ക്ലാസ് റൂമിൽ പോലും ഫസ്റ്റ് ബെഞ്ചിൽ വന്നിരിക്കുന്നതൊക്കെ അതൊരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ആദ്യം കടന്നു വന്നത് ആരാണ്? രുദ്ര. വരൂ രുദ്ര. രുദ്രയ്ക്ക് ഒരു മനോഹരമായ സൂര്യകുമാരിയുടെ മനോഹരമായൊരു ഗിഫ്റ്റ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. യെസ്, എലിജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിലായിരുന്നു നമ്മൾ ഇത്രയും നേരം നിന്നത്. അടിപൊളി കുട്ടികളാണ്, ഭയങ്കര രസകരമായി തന്നെ സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ പലരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നന്നായിരുന്നു. തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. ഗുഡ് ബൈ.